കോൺഗ്രസ് അനുകൂല ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന പെൺ സതീശന്റെ ഒരു മോങ്ങൽ കേൾക്കണേ. സമരം തുടരുന്ന ആശാ വർക്കർമാർക്കൊപ്പം റിനു ശ്രീധറുണ്ട്. റിനു, ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരം ഇന്നിപ്പോൾ 13ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആ സമരത്തിലേക്ക് കൂടുതൽ പേർ പങ്കാളികളായി എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. മാത്രമല്ല, പ്രതിപക്ഷം ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേതാക്കൾ ഇന്ന് എത്തുകയും ചെയ്തിരിക്കുന്നു. എന്താണ് അവർ ഈ ഘട്ടത്തിൽ പറയുന്നത്? 13ാം ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? സഹതാപം വാരി വിതറും, കുറച്ചുകൂടി അങ്ങോട്ടേക്ക് ഒക്കുന്നില്ല. പ്രതിപക്ഷം പിന്തുണച്ചതേ ഉള്ളൂ അത്രേ. 3 ദിവസം മുമ്പ് ആൺ സതീശൻ അവിടെ പോയത് പെൺ സതീശൻ അത് കണ്ടിട്ടും ഇന്നാണത്രേ പ്രതിപക്ഷം പിന്തുണ കൊടുത്തത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ സമരത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആൾ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പറഞ്ഞ ആ നിവേദന കഥ പരുത്തിക്കാട് കേട്ടായിരുന്നു. മിക്കവാറും അത് കേട്ടപ്പോൾ അതൊരു വല്ലാത്ത വൈകാരികതമായിട്ട് തോന്നിക്കാണും. കാര്യം കോൺഗ്രസ്സുകാരുടെ ഇത്തരം സമരങ്ങളോട് വല്ലാത്ത വൈകാരികത ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് രാജ്യത്തെങ്ങുമില്ലാത്ത ഓണറേറിയം ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോരാ, നിങ്ങൾ PSCക്കാർക്ക് അത്ര കൊടുത്തില്ലേ, നിങ്ങൾ ഗവൺമെൻറ് പ്ലീഡർമാർക്ക് കൊടുത്തില്ലേ എന്ന ചോദ്യം വെച്ചിട്ടൊക്കെ അവരുടെ ഉള്ളിൽ വികാരം സൃഷ്ടിച്ചെടുക്കുകയാണ്. കാര്യം കേന്ദ്ര സർക്കാർ പ്രോജക്റ്റിലേക്ക് അവർ നിയമിച്ചിരിക്കുന്നവർക്ക് അവരുടെ തൊഴിലിൻ്റെ ബുദ്ധിമുട്ട് കണ്ടുകൊണ്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഓണറേറിയം പോലും അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് പോലും കൃത്യമായിട്ട് ഈ നാട്ടിലേക്ക് തരുന്നില്ല. 100 കോടി പെൻഡിങ് ഉണ്ട്. അത് ഒരു പ്രശ്നമല്ല. സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും 20 PSC അംഗങ്ങൾക്ക് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു എന്ന കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ രോദനമിറക്കുന്നത്. അത്ര വേദന തോന്നുന്ന പെൺ സതീശൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാരുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന് ലക്ഷക്കണക്കിന് രൂപ നികുതി പണത്തിൽ നിന്നാണ് ശമ്പളം കൊടുക്കുന്നത്. ആ പൈസ എല്ലാം കൂടി ചേർത്ത് ഇക്കുറി ഇവരുടെ ഓണറേറിയമായി അങ്ങ് കൊടുക്കാൻ ഒന്ന് പറയാൻ പറ്റൂ. ഏകദേശം 46 പേരുണ്ട്. 46 പേരുടെ എല്ലാവരുടെയും കൂടെ ശമ്പളം ചേർത്ത് കൂട്ടുകയാണെങ്കിൽ തന്നെ ഏകദേശം 1 കോടിക്ക് മുകളിൽ ആ തുക വരും. പിന്നെ 19 ലോക്സഭാ അംഗങ്ങളുമുണ്ട്. അവരെയും കൂടി ചേർക്കുമ്പോൾ 2-3 കോടി രൂപ ഇപ്പോൾ തന്നെ സമാഹരിക്കാൻ കഴിയും. ആ പൈസ ഓണറേറിയമായി കൊടുക്കണം. ഒപ്പം ഞാൻ എൻ്റെ ഈ മാസത്തെ ശമ്പളം ഈ ആശാ വർക്കർമാർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് അന്തസ്സോടുകൂടി ഒന്ന് പറഞ്ഞ്. ഡയലോഗടി എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണല്ലോ. ഇല്ലാത്തത് ചെയ്യണം, ഹീറോയിസം കാണിക്കണമെന്നൊക്കെ ചിലർക്ക് വേണ്ടി വായ്ത്താരി ഇടുമ്പോൾ ആദ്യം പറയേണ്ടതും കാണിക്കേണ്ടതും ആരാണ്? ഈ ഉന്നയിക്കുന്നവരാണ്. മാസാമാസം ഒരു പണിയെടുക്കാതെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെല്ലാം കുറേ പേരെ തീറ്റിപ്പോറ്റിക്കൊണ്ട്, പ്രത്യേകിച്ച് മാസപ്പടി ഈ പറയുന്ന വായ്ത്താരിയിടുന്ന പെൺ സതീശന് കൊടുത്തിട്ടൊക്കെ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് 1 മാസത്തെ പൈസ കളക്ട് ചെയ്തൊന്ന് കൊടുത്ത് കാണിച്ചേ. അതല്ലേ അന്തസ്? അത് ചെയ്തിട്ട് വേണം പെൺ സതീശൻ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കേന്ദ്ര സർക്കാർ 100 കോടി, 1-2 പൈസയല്ല, 100 കോടി അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ ഒരു പ്രോജക്റ്റിലുള്ളവർക്ക് നിങ്ങൾ ബാക്കിയുള്ളതെല്ലാം മാറ്റിവെച്ച് പണം കൊടുക്കണം അത്രേ. ഈ രീതിയിലൊക്കെ ഡയലോഗ് അടിക്കാൻ ആരെക്കൊണ്ടും പറ്റും. പൊള്ളയായ വാഗ്ദാനം കൊടുത്ത് അവർക്ക് അതും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു സാധാരണക്കാരായിട്ടുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കറിന് അവർ ചെയ്യുന്ന സേവനത്തിന് 13,000 രൂപ അർഹതപ്പെട്ട സാലറിയാണ്. ഈ നാട്ടിൽ ഒരു തുണിക്കടയിൽ നിന്നാൽ 8,000 രൂപയെ ശമ്പളമുള്ളൂ. അതൊന്ന് മാറ്റിക്കൊടുക്കണമെന്ന് വായ്ത്താരി ഇടാൻ പറ്റുമോ? അതൊന്നും പറ്റില്ലല്ലോ. എന്തിനേറെ പറയുന്നു, പരുത്തിക്കാടിൻ്റെ സ്ഥാപനത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത് ക്ലീനിങ് സ്റ്റാഫുകളായിരിക്കും. അവർക്ക് എത്ര രൂപ ശമ്പളമുണ്ട്? മുതലാളിയുടെ അടുത്ത് അവർക്കൊരു 20,000 രൂപ കൊടുക്കണമെന്ന് പറയാനുള്ള നട്ടല്ലുറപ്പെങ്കിലും ഉണ്ടോ? വെളിയിലിരുന്നിട്ട് സതീശന് വേണ്ടി വായ്ത്താരി ഇടുമ്പോഴത്തേക്കും സ്വന്തം സ്ഥാപനത്തിലെങ്കിലും അത് നടപ്പാക്കി മാതൃക കാണണം. അവർക്കെങ്ങാനും കൊടുക്കുന്നുണ്ടായിരിക്കും 10,000 രൂപയെങ്ങാനും ആയിരിക്കും അവിടുത്തെ ശമ്പളം. അവർക്ക് ഒരു 20,000 25,000 വാങ്ങിക്കൊടുത്തിട്ട് മുതലാളിയെ കൊണ്ട് ഞങ്ങളുടെ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്ക് കൊടുക്കുന്ന ശമ്പളം 20,000 രൂപയെന്ന് ഒന്ന് കാണിച്ചു കൊടുത്തേ. അവരെടുക്കുന്ന തൊഴിലറിയാലോ. ഇതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അവിടുത്തെ മുഴുവൻ ഓഫീസ് ക്ലീൻ ചെയ്യുന്ന പരിപാടി. അപ്പോൾ അവർക്കൊക്കെ നാമമാത്രമായിട്ടുള്ള ശമ്പളം മുതലാളി കൊടുക്കുന്നതിനെ സഹിക്കും. എന്നിട്ട് നാട്ടുകാരെ ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി വൈകാരികത സൃഷ്ടിക്കും. നേരത്തെ ചട്ടിമറി ഇറക്കിയതുപോലെയും മുൻപ് CPMൻ്റെ സമരത്തിലേക്ക് ഒരു സന്ധ്യ ഇറക്കി വിട്ടതുപോലെയും പല നാടകങ്ങൾ ഇവരും മാധ്യമങ്ങളും ചേർന്ന് ഇറക്കി വിടുമ്പോൾ അത് കണ്ടിട്ട് കേരളത്തിൻ്റെ മുഴുവൻ മനസ്സലിയണമെന്നൊന്നും വിചാരിക്കരുത്. ഈ ഓണറേറിയം കൊടുക്കുന്നത് അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചെയ്യണ്ടെന്നേ. വേറെ ആൾക്കാർ ആ തുകയ്ക്ക് ചെയ്യാൻ ഈ നാട്ടിലുണ്ട്. അവർ വന്ന് അന്തസ്സായിട്ട് ചെയ്തോളും. ഈ തുക ഇപ്പോൾ കൊടുക്കുന്നത് കൂട്ടിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ 2,000 രൂപ നൽകുന്ന കേന്ദ്ര സർക്കാർ അത് കൂട്ടേണ്ട കാര്യമില്ല. ഈ സർക്കാർ ഇപ്പോഴും
കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഈ തുക കൊടുത്തുകൊണ്ട് അവരെ നിലനിർത്താൻ പരിശ്രമിക്കുമ്പോഴാണ് അതിനെ കൂടി എങ്ങനെയെങ്കിലും മണ്ണുവാരിയിടുന്ന പ്രവർത്തനം ഈ രീതിയിലുള്ള മോങ്ങലിലൂടെ പെൺ സതീശന്മാർ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് പറയേണ്ടി വരികയാണ്.